ഡൽഹിയിൽ ജന്തർ മന്ദറിൽ CJP സമരം പൊടിപൊടിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള സകല സാംസ്കാരിക നായകന്മാർക്കും സിനിമാ താരങ്ങൾക്കും ഇപ്പോൾ നാക്കും നട്ടലും കൈവന്നിട്ടുണ്ട്. ചാടി എണീറ്റ് വൻ പ്രതികരണങ്ങളാണ്. പ്രതികരിക്കുന്നു. പിന്നെ ചടങ്ങുകൾ നടത്തി. ഇന്നലെ കൊച്ചിയിലെ ചടങ്ങുണ്ടായിരുന്നു. അതെ, തിരുവനന്തപുരത്ത് മെഴുകുതിരി കത്തിക്കൽ കാണും. എല്ലായിടത്തും വൻ പരിപാടികളായി. ഈ വേടൻ വരുന്നു, മാടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നു. ടൊബീനോ തോമസ് വരുന്നു, കുഞ്ചാക്കോവൻ വരുന്നു, ജോജു വരുന്നു. ഇവരെ ഒന്നിനെയും ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിലും നമ്മൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിൽ ഈയിടെ ഉണ്ടായ മഹാ ദുരന്തം, വയനാട്ടിൽ ഒന്നുകൂടെ ദുരന്തം ആവർത്തിച്ചിട്ട് പോലും എന്തെങ്കിലും സഹായ വാഗ്ദാനം നൽകിയോ കട്ടായി പോയെന്ന് പറയുമ്പോൾ ഈ മനുഷ്യർ ആരും ഉണ്ടായിട്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ നമുക്കറിയാം, ടൊബീനോ തോമസ് 2018 പ്രളയത്തിൽ അദ്ദേഹം കുറച്ച് അരിയും സാധനവും ഒക്കെ കൊണ്ടുകൊടുത്തു. ഓക്കെ, സത്യമാണ്. ഡാം അഴിച്ചു വിട്ട് മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കി മനുഷ്യരെ മൊത്തം ബുദ്ധിമുട്ടിച്ചു. അതിനുശേഷം നടന്ന രക്ഷാപ്രവർത്തനം, നിങ്ങളെല്ലാം ഒരേ മനസ്സോടെ എത്തണം, ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രതിപക്ഷ നേതാവെന്ന പാവം രമേശ് ചെന്നിത്തല വരെ ഈ കുപ്പിയിലിറക്കി കൊണ്ടുപോയി, കുപ്പിയിലിറക്കി. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു സമയത്ത് ആരും മിണ്ടരുത്, സർക്കാരിനൊരു ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് പാവം പിടിച്ച് രമേശ് ചെന്നിത്തല വിചാരിച്ച് സത്യമായിരിക്കുമെന്ന്. യവന്മാർ തുറന്നു വിട്ടാന്ന് പിന്നെ അറിയുന്നത്. ഇവരെല്ലാം കയറി കൂടി ഇതിന്റെ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഇവർ സമർത്ഥന്മാരാണ് ഈ കാര്യത്തിൽ. ഈ ഇത്തരം ഉടായിപ്പ് ഓപ്പറേഷനിൽ ഇവർ രാജാക്കന്മാരാണ്. കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് മുന്നേ വെച്ചു കൊടുക്കും. കോൺഗ്രസ് ആയി നിന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അതാണ് അവർ ആദ്യത്തെ 2 ആഴ്ച അവർ ഈ ഒരു സെന്റിമെന്റ്സ് അടിച്ച് അതിനകത്ത് മുക്കിക്കളഞ്ഞു. ഇവര് ഈ കാര്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ വന്നപ്പോഴേക്കും കേരളത്തെ രക്ഷിച്ചത് പ്രളയത്തിൽ രക്ഷിച്ച പണ്ട് വരാഹാവതാരം ഭൂമിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ പോലെ ക്യാപ്റ്റൻ ഇങ്ങനെ കേരളത്തെ മാത്രം പൊക്കിപ്പിടിച്ച് വെള്ളത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഇമേജ് ആണ്, അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയുള്ള സമയത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ആശാ വർക്കർമാരുടെ സമരം നടന്നു. ഇതുങ്ങൾ ആരും ആ പരിസരത്ത് കണ്ടില്ല. ആകെ ജോയ് മാത്യോ അങ്ങനെ 1-2 പേര് വന്നിട്ടുള്ളൂ. അവർക്ക് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ തെറിവിളിയായിരുന്നു. അതെ അതെ. അതുപോലെ ഈ PSCയുടെ ഈ PSCയിൽ നടക്കുന്ന എത്രയോ ദിവസങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദർശനം മണ്ണ് വാരി തിന്നു. ഇതുവരെ ഒരാളും ഇവിടുത്തെ യുവജനങ്ങളുടെ പ്രതീകമായിട്ടുള്ള ഈ നടന്മാരാരും പ്രതികരിച്ചില്ല. ഒരു വേടനും പാട്ട് പാടാൻ വന്നില്ല. ഇല്ല, ഒരു ജോജുവും അവിടെ ഇത് ചെയ്യാൻ വന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ തെറി വിളിക്കാൻ വരും. കാരണം എന്താണ്? നീയൊക്കെ കൂടി സംഖ്യയല്ലേടാ നീയൊക്കെ എന്ന് ചോദിച്ചോണ്ടാണ്. നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഓരോ തവണയും ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിനെ അനലൈസ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ കോക്രോച്ച് പാർട്ടിയുടെ അവരുടെ സമര മുന്നേറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ പറഞ്ഞത് അവിടെ സമരത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ അരാജകത്വങ്ങളെ മറ്റു പലരും ഒഴിഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ള സംശയത്തെക്കുറിച്ച്. അതെ, ഒഴിഞ്ഞു കയറി എന്നുള്ളതിന് ഒരു സംശയം വേണ്ടല്ലോ. അതാണ്ട് 1-2 പോസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരുത്തിന്റെ പോസ്റ്റ് വന്നേക്കുന്നു. അവൻ പറയുന്നത് ഇങ്ങോട്ട് വന്ന് കിച്ച് 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 കിച്ചാന്നങ്ങ് തീർത്തേക്കണോ, തോക്കുമായിട്ട് വന്നങ്ങ് വെടിവെക്കണം. ഇവനേതാണ്ടൊരു ലഹരിയുടെ ഇതിലാണ് പറയുന്നത്. ഞാൻ നേപ്പാളിൽ സമരം നടക്കുമ്പോൾ ഞാൻ പോയി കല്ലുപറക്കി എൻ്റെ കൈകൊണ്ട് എത്ര തലയെടുത്ത് അറിഞ്ഞ് കീറിയെന്നറിയാമോ, നിനക്ക് അങ്ങ് വെടിവെച്ചേക്കണമെന്നാണ് പറയുന്നത്. അല്ല, ഇവൻ തീവ്രവാദ സ്വഭാവമുള്ളവരാണ്. കാരണം ഇവൻ വന്നിട്ട് പറയുന്ന ഈ പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ തടയാൻ നിൽക്കുന്ന പോലീസുകാരെ തീർക്കുന്ന കാര്യമാണ്. പോലീസുകാരാരാണ്? പോലീസുകാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇവർ വ്യാപകമായ ഒരു പ്രോപ്പഗൻഡ നടത്തുന്നുണ്ട്. യുവന്മാർ ഓടിച്ചിട്ട് വണ്ടികളെല്ലാം മറിച്ചിട്ട് തല്ലി പൊട്ടിച്ച് തീ വെച്ച് അടിച്ച് തകർത്ത് വിട്ടു. എന്നിട്ട് ഇതിൻ്റെ ഫേക്ക് വീഡിയോസ് ധാരാളമായിട്ട് ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്താണിത്. ഇത് പണ്ടെങ്ങോ എവിടെയോ നടന്ന സംഭവത്തിൻ്റെയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഈ പറയുന്ന വാഹനങ്ങളെല്ലാം തകർത്തത് ഈ പോലീസുകാർ തന്നെ തകർത്തിട്ട് ഈ സമരക്കാരുടെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏത് സമരത്തിനും ഒരു ചർച്ചയുണ്ട്, അതിനൊരു എന്താ പറയുന്നത്, ഒരു പരിഹാരമുണ്ട്. ഇവിടെ ഇവർക്ക് പരിഹാരം ആവശ്യമില്ല. ഇപ്പൊ ഇവർക്കെല്ലാം ലജ്ജ കൊണ്ട് തൊലി പൊളിയുകയാണ്. അല്ലെ, ഈ രാജ്യത്തെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ ഈ BJP സർക്കാർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചയുടെ പേരിൽ രാജിവെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ PSC പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള സകല പരീക്ഷകൾ ഉടായി കാണിച്ച പിണറായി സർക്കാരിന്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി സൃഷ്ടിക്കാനുണ്ടല്ലേ? 2 ജിമ്മന്മാരെ പോലീസിൽ യാതൊരു ഇന്റർവ്യൂ ഇല്ല, ഒരു ഉത്തരവും ഇല്ലാതെ ചുമ്മാ നടക്കുന്ന വഴി നടക്കുന്ന 2 ജിമ്മന്മാരെ പിടിച്ച് പോലീസിൽ SI പോസ്റ്റ് നിയമിച്ചപ്പോൾ ആർക്കും ഇവിടെ തൊലി ഉരിഞ്ഞില്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പാവപ്പെട്ട പിന്നെ യുവജനങ്ങളുടെ
കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കാശ് കൊടുത്ത് ഉറക്ക വളച്ച് പഠിച്ച യുവജനങ്ങളെ തള്ളി പിൻവാതിൽ വഴി നിയമനം നടത്തിയപ്പോൾ നിങ്ങളുടെ ആരും തൊലി ഉരിഞ്ഞു. ഇപ്പൊ ആർക്കും തൊലി ഉരിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, സത്യാനന്തര കാലഘട്ടം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, 3 വാക്കുകൾ ഇവരെ കൈവശിരിപ്പുണ്ട്. ഇതെടുത്ത് തലങ്ങ് വലങ്ങ് പറയുക. അല്ല, പാവപ്പെട്ട ആശാപ്രവർത്തകർ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുകയും ആശാപ്രവർത്തകർ സമരം നടത്തുന്ന സ്ത്രീകളെ വളരെ മോശമായിട്ട് പരാമർശിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങളുടെ മുഷ്ടി ഉയർന്നില്ല? അല്ല, നമുക്കറിയാലോ ഇവരെയൊക്കെ വീട്ടിലെ ഇവരെയൊക്കെ ഭാര്യമാരും മക്കളും എല്ലാവരും ചെന്ന് വാഴക്കൊല PhD എടുത്തുകൊണ്ട് പോയി ഉയർന്ന ജോലികൾ സമ്പാദിച്ചിട്ട് ആരെങ്കിലും ചോദിക്കണ്ടായിരുന്നു അവിടെ? അല്ല, വേടൻ എന്തുകൊണ്ടെന്ന് പാട്ട് പാടിയില്ല? ഈ നാട്ടിൽ എത്രയോ യുവാക്കൾ ലഹരി മരുന്നിന്റെ ആധിക്യം കാരണം സ്വന്തം അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തി സഹോദരങ്ങളെ വെട്ടിക്കൊന്നു, നാട്ടുകാരെ നടക്കുകയാണ്. അന്നൊന്നും എന്തേ നിങ്ങളുടെ ആരുടെ ഇത് ഉയരാതെ പോയത്? ഇതിപ്പോൾ എന്താണ്? ഇത് ഈ പറയുന്ന CJP നയിക്കുന്ന സമരം, ആ സമരത്തിന് ഒരു എയിമുണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ട് രാജിവെക്കാൻ സാധിക്കില്ല എന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ആ അറിയിച്ച് പിണറായി വിജയൻ രാജിവെക്കേണ്ട എത്രയോ സന്ദർഭങ്ങളുണ്ടായിരുന്നു. എത്രയോ സന്ദർഭങ്ങളിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ടപ്പോൾ രാജിവെക്കേണ്ടത്. ഇപ്പൊ രാജിവെക്കേണ്ടത് പിണറായി പ്രതിപക്ഷ നേതാവാണ്. സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, ഇതൊന്നും കണ്ടാലൊന്നും ഞാൻ കസേര ഒഴിയില്ല, കസേരയും കെട്ടിപ്പിടിച്ചുണ്ടെങ്കിൽ ഇരിക്കുകയാണ്. അത് അന്നേരം ആർക്കും ഇവർക്ക് രാജിവെക്കേണ്ട. അല്ല, ഇവർ സെലക്റ്റീവ് പ്രതികരണക്കാരാണ്. നമ്മുടെ സാംസ്കാരിക നായകര് സെലക്റ്റീവ് പ്രതികരണക്കാരാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സർക്കാർ മാറിക്കഴിഞ്ഞു. അന്ന് LDF സർക്കാരിന്റെ കൂടെ നിന്ന് നേരെ കസേര തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഓടുന്നുണ്ട്, പലരും കാല് പിടിക്കുന്നുണ്ട്. ചില ആശാന്മാര് നേരെ മാറിയുടെ BJP അനുഭാവികളാകി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവിടെ പദവികൾ നേടുകയും ചെയ്യുന്നു പറയുന്നുണ്ട് BJP സർക്കാർ സ്ഥലത്ത്. അത് ശരി. അങ്ങനെ ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴും ഒരു സാംസ്കാരിക രംഗത്ത് പുറത്തുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പലരും ഇപ്പോൾ ഇവിടെ കിട്ടൂല എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ഈ മാധ്യമങ്ങളുള്ളത് കാരണം ഇവിടെ ശല്യമാണ്. കാര്യം ഇപ്പം SFI-കാരിയും AVP-കാരനെയൊക്കെ ലീഡറാക്കിയ തന്നെ ഇഷ്യൂ ആണ്. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകർ കഴിഞ്ഞ അവിടെ LDF-ന് കൂടെ വന്നവന്മാരെല്ലാം മറുപടി ചാടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ പല സാധനങ്ങൾ കൈയടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഇപ്പം ഇവർക്കെല്ലാം നട്ടല് വന്നു. അപ്പോൾ അല്ല, ഈ സമരത്തിനെതിരെ പ്രതികരിച്ചാൽ അവരെയൊക്കെ സംഘികളാക്കും. നിങ്ങൾ രാജ്യസ്നേഹികൾ സംഘികളാക്കും. സംഘികളെ തെറി വിളിക്കണം. ഇവർ സംഘികളെ തെറി വിളിക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു ആത്മസംതൃപ്തി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഈ എന്താണ് അവിടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്താ കാണിച്ചത്? രാഷ്ട്രീയ മുതലെടുപ്പാണെന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, കൃത്യമല്ലേ? ഈ രാജ്യത്ത് വേറെ ഒരുപാട് വിഷയങ്ങൾ ഇതോടെ ഉണ്ട്. ഇതൊരു വിഷയമല്ലെന്ന് നമ്മൾ പറയുന്നില്ല, കറക്റ്റാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് എവിടെ പോയെന്ന് അറിയാനുള്ള ബാധ്യത നമ്മുടെ ജനങ്ങൾക്കുണ്ട്. അവരുടെ ഉത്തരവാദിത്വമുണ്ട്, അവരെ അറിയിക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് സമരം തുടങ്ങിയിട്ട് 1 മാസമായി. ഇവരൊക്കെ ഇപ്പൊ എവിടെ ആയിരുന്നു? വയനാട്ടിൽ ഈ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചു. വയനാട്ടിൽ MP ഡൽഹിയിൽ കിടന്ന് ലോറി പോലീസിന്റെ വാനിൽ തൂങ്ങി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയോ? പ്രിയങ്ക എന്ന് പറയുന്ന MP അവരുടെ മണ്ഡലത്തിലുണ്ടായത്. ആ ദിവസം വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ അവരിവിടെ ലാൻഡ് ചെയ്യേണ്ടതാണ്. എന്ത് ചെയ്തു? എന്താണ് ഇവിടെ ചെയ്തത്? ഒരു കുന്തവും ചെയ്യാതെ. എന്നിട്ട് ഇപ്പോൾ ഇയാൾ അവിടെ വന്നിട്ട് ഓർത്തോണം, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോവാന്ന് പറഞ്ഞേച്ച് ഇന്ത്യ മുന്നണിക്കാരോട് പറഞ്ഞ് നമ്മൾ മാർച്ച് ഒന്നും നടത്തി, നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വണ്ടി വിട്ട് പോയി മാർച്ച് നടത്തി. അവിടെ ചെന്ന് അടി പടപടയെന്ന് കലശലായപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്ലീസ് എല്ലാവരും വരൂ. കോൺഗ്രസ് അധ്യക്ഷന്റെ പിറന്നാളാണ്, എല്ലാവരും വരും എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പെട്ടു ചെയ്ത് ഊരാൻ പറ്റാതെ ഇതിനകത്ത് പിടിഞ്ഞു പോയി. സതീശനാണെ പെട്ടെന്ന് പോകണം. സതീശനെ സമരത്തിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു. വളരെ അസ്വസ്ഥനായിരുന്നു. പെട്ടുപോയതുള്ള രീതി തന്നെയാണ്. അസ്വസ്ഥനായിരുന്നു. അതിനകത്ത് എന്ന് കയറി കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സെലക്റ്റീവ് പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് പുറത്ത് കാണുന്നത്. ടൊവിനോ തോമസിൻ്റെയും അതുപോലെ ഇവിടുത്തെ ഓരോ കുഞ്ചാക്കോവിൻ്റെയും എല്ലാവരുടെയും രാഷ്ട്രീയ അജണ്ടയാണ്. നിങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. അത് BJP-ക്കെതിരായ രാഷ്ട്രീയമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലുണ്ട്, കേന്ദ്രത്തിൽ എന്തെങ്കിലും നടക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയം പുറത്തു വരികയുള്ളൂ. നിങ്ങൾ കലാകാരന്മാരാണ്. നിങ്ങൾ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടവരാണെങ്കിൽ കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ തിന്മകൾ നടക്കുന്നത്. എപ്പോഴും വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ്. അങ്ങോട്ട് നോക്കുള്ളൂ, വടക്കോട്ട് നോക്കുള്ളൂ. ഇവിടുത്തെ കാര്യം നോക്കാറില്ല. അതെ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അല്ല, ഞാൻ ചോദിക്കട്ടെ, സപ്പോസ് നാളെ കേരള BJP ഭരിക്കുന്ന ഉണ്ടല്ലോ, ഇവരാരെങ്കിലും ഉണ്ടോ? ഇവരിൽ ബഹുഭൂരിപക്ഷം പേര് മായം പൂട്ടി ഉണ്ടായിരുന്നില്ല. കാരണം കിട്ടാനുള്ള കസേര പോകുമെന്നറിയാം. അതെ, അതാണ് ഇപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. 12 വർഷമായി ഇവിടെ ഇതാണ് അവസ്ഥ. ഏതോ ഒരു നടൻ പറഞ്ഞു 12. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി ഇവിടെ ഭരിക്കുന്നു. അതാണ് അവരുടെ പ്രശ്നം. അതാണ് ഈ നരേന്ദ്രമോദി ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ നാട്ടിൽ എങ്ങും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ക്രമക്കേട്
പരീക്ഷകളിൽ നടക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ് PSCയുടെ. പക്ഷേ ഈ PSCയിലെ കള്ളന്മാർ അത് മൊത്തം മൂടി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എത്ര പേരെ പിൻവാതിൽ വഴി നിയമിച്ചു. ഇപ്പം ഈ അധികാരത്തിൽ കയറിയ ഈ സർക്കാർ പഴയ കാലത്തെ കണക്കെടുപ്പുകൾ നടത്തും. കഴിഞ്ഞ 10 വർഷത്തെ PSC നിയമനങ്ങളുടെ കണക്കെടുത്താൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അക്ഷരം അറിയാൻ വയ്യാത്തവന്മാരും അല്ലെങ്കിൽ യോഗ്യതയില്ലാത്തവരും. അല്ല, ഈ സാംസ്കാരിക നായികമാർ 80% കോളേജ് അധ്യാപകരൊക്കെയാണ്. അതെ, വാഴക്കൊല PSC എടുത്തുകൊണ്ട് ബാക്ക് ഡോറെ കൂടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കയറി പറ്റിയവരാണ്. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഒന്നും മനസാക്ഷിയോടൊന്നും ചോദിക്കുമല്ലോ, യോഗ്യതയില്ലാതെ. നരേന്ദ്രമോദിക്ക് മാത്രം ഫാസിസവും പിണറായി വിജയൻ്റേത് വളരെ നല്ല ഭരണവും അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി വിടുക. കേരളത്തിലെല്ലാം നല്ലതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തിൽ എല്ലാം നല്ലതാണ്, നോർത്തിലെല്ലാം മോശമാണ്. പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു, സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോർന്ന ചോദ്യപേപ്പർ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആ സംഭവത്തിൽ അതിൻ്റേതായിട്ടുള്ള നടപടി എടുക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. അതിനപ്പുറം നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ആ സമയത്ത് മാന്യമായി സമരം നിർത്തി പോകുന്നതിന് പകരം രാജ്യത്തിനെതിരായ ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സർക്കാരിനുപരി എതിരായിട്ട് ഉള്ളത് എന്നതിനേക്കാൾ ഉപരി. കാരണം അത് പറയാൻ കാരണം നമ്മളുടെ പൊതുമുതൽ നശീകരണത്തിലേക്ക് കടക്കുമ്പോഴാണ് അത് രാജ്യത്തിനെതിരെയാകുന്നത്. നിങ്ങൾ സർക്കാരിനെതിരെ എത്ര സമരം വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ അവിടെ വന്ന് നിന്ന ഇവിടുന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാള മാധ്യമപ്രവർത്തകരോട് തന്നെ ചോദിച്ചാൽ അറിയാം എന്തുമാത്രം അക്രമവും അതിക്രമവും അവിടെ ഈ സമരത്തിൻ്റെ പേരിൽ, സമര ആവാസം എന്ന പേരിൽ അഴിച്ചുവിടുന്നുണ്ട്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? എന്താണെങ്കിലും നമ്മുടെ സാംസ്കാരിക നായകന്മാർ നന്നായില്ല എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം അവർ ഒരു പാത്രം മാത്രമേ നോക്കുന്നുള്ളൂ, മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്, മറുഭാഗം അവർക്ക് കണ്ടുപോകും.